ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷ പാളികളെ പറ്റിയാണ്. എന്താണ് അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷം? ദ ടേം അറ്റ്മോസ്ഫിയർ റെഫേഴ്സ് ടു ദ എൻവലപ്പ് ഓഫ് എയർ സറൗണ്ടിങ് ദ എർത്ത്. അതായത് ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ആവരണത്തെ ആണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഒരു എയർ എൻവലപ്പിൻ്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഭൂമിയിൽ നിന്നും അകലും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നൈട്രജനും ഓക്സിജനുമാണ്. നൈട്രജൻ 78.08%, ഓക്സിജൻ 20.94% കാണപ്പെടുന്നു. The other important constituents of atmosphere are argon, carbon dioxide, neon, helium, ozone, hydrogen, krypton, xenon, methane, water vapor, aerosols, etc. The Earth's atmosphere can be divided into 5 major layers. First one, troposphere. Second one, stratosphere. Third one, mesosphere. Fourth one, thermosphere. And fifth one, exosphere. Troposphere. It is the lowest layer of the atmosphere. That means അറ്റ്മോസ്ഫിയറിലെ ആദ്യത്തെ ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. വെതർ ഫിനോമിന ആർ മോസ്റ്റ് മാർക്ഡ് ഇൻ ദിസ് സോൺ. ഈ സോണിലാണ് മോസ്റ്റ് ഓഫ് ദ വെതർ ഫിനോമിന കാണപ്പെടുന്നത്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 75% ഓഫ് ടോട്ടൽ മോളിക്കുലർ മാസ്. ട്രോപ്പോസ്ഫിയറിലാണ് ടോട്ടൽ മോളിക്കുലർ മാസിൻ്റെ 75% കാണപ്പെടുന്നത്. അതിന് കാരണം ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ലെയർ ഈസ് ദ ഫാൾ ഓഫ് ടെമ്പറേച്ചർ വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ്. ഈ ഒരു ലെയറിൻ്റെ പ്രത്യേകതയാണ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. 1 കിലോമീറ്ററിന് 6.5 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഈ ഒരു റേറ്റിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസിഷൻ ലെയർ ആണ് ട്രോപ്പോപോസ്. At tropopause, the lapse rate decreases to less than or equal to 2 degree Celsius per kilometer. ഈ ഒരു ട്രോപ്പോപോസിൽ ലാപ്സ് റേറ്റ് കുറഞ്ഞ് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ ആകുന്നു. ദ ഹൈറ്റ് ഓഫ് ട്രോപ്പോസ്ഫിയർ വേരീസ് 16 കിലോമീറ്റർ ഇൻ ഇക്വേറ്റർ ആൻഡ് 8 കിലോമീറ്റർ അറ്റ് പോൾസ്. ഈ ഒരു വേരിയേഷൻ്റെ കാരണവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പോളാർ റീജിയൻസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് ഓഫ് ട്രോപ്പോസ്ഫിയർ ഇൻ പോൾസ് എന്ന് പറയുന്നത് 8 കിലോമീറ്റർ ഒക്കെയാണ്. Tropos means change. This layer gets its name from the weather that is constantly changing and mixing up the gases in this part of our atmosphere. This layer is the closest to Earth's surface. On average, the troposphere extends from the ground to about 12 kilometers, that is 7.5 miles high. The troposphere contains about 75% of all of the air in the atmosphere and almost all of the water vapor, which forms clouds and rains. Hot air balloons fly within the troposphere. Then next layer ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് ശേഷം വരുന്ന ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു അബൌട്ട് 15 കിലോമീറ്റർ ഫ്രം ഗ്രൗണ്ടിൽ നിന്നും 50 കിലോമീറ്റർ വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ഇൻ ദിസ് സോൺ. ഈ ഒരു സോണിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുകയാണ്. അതിന് കാരണം ഈ ഒരു സോണിലാണ് ഓസോൺ ഉള്ളത്. അപ്പോൾ ഓസോൺ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയും അതുമൂലം ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയും ചെയ്യുന്നു. ടെമ്പറേച്ചർ വേരീസ് ഫ്രം -16 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ്. ഇത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന -60 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 0 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു.
This layer contains most of the atmospheric ozone. The stratosphere is a turbulence-free zone providing ideal conditions for flying the jet aircraft. ഈ ഒരു സോൺ എന്ന് പറയുന്നത് ടർബുലൻസ് ഒന്നുമില്ലാത്ത സോണാണ്. അപ്പോൾ ഇത് ഫ്ലൈറ്റൊക്കെ പോകാനും അതുപോലെ എയർക്രാഫ്റ്റൊക്കെ പോകാനും ഐഡിയൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു ലെയറിലൂടെയാണ് എയർക്രാഫ്റ്റ്സ് ഒക്കെ ഫ്ലൈ ചെയ്യുന്നത്. ഓസോണോസ്ഫിയർ ഇസ് ദ പാർട്ട് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ ഇൻ വിച്ച് ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ. ഓസോണോസ്ഫിയർ എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ ഓസോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അപ്പർ ലിമിറ്റ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ ഈസ് സ്ട്രാറ്റോപോസ്. ഇതും ട്രോപ്പോപോസിനെ പോലെ ഒരു ട്രാൻസിഷണൽ ലെയറാണ്. ഇറ്റ് സെപ്പറേറ്റ് സ്ട്രാറ്റോസ്ഫിയർ ഫ്രം മെസോസ്ഫിയർ. Strat means layer. This layer of our atmosphere has its own set of layers. The boundary between the stratosphere and the troposphere is called the tropopause. It is the region where airplanes fly. The stratosphere layer extends from the tropopause to about 15 kilometers, that is 32 miles above the Earth's surface. This layer contains a thin layer of ozone molecules which forms a protective layer and absorbs harmful ultraviolet radiation from the sun. The next layer, mesosphere. Mesosphere lies above the stratosphere. This layer extends up to 18 km. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിൽ കാണപ്പെടുന്ന ലെയർ ആണ് മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലെയർ ഗ്രൗണ്ടിൽ നിന്ന് 80 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. Here, temperature decreases again falling as low as -19 degrees Celsius. ഈ ഒരു ലെയറിലും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ -19 ഡിഗ്രി സെൽഷ്യസ് വരെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നതും മെസോസ്ഫിയർ ആണ്. The transitional layer separating mesosphere and thermosphere is called mesopause. മെസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസിഷണൽ സോണാണ് മെസോപോസ്. മീസോ മീൻസ് മിഡിൽ. ദിസ് ലെയർ ഈസ് ലൊക്കേറ്റഡ് എബോവ് ദ സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് ബിലോ ദ തെർമോസ്ഫിയർ. It is the third layer in our atmosphere, which is 35 kilometers, that is 22 miles thick. The transition boundary which separates the mesosphere from the stratosphere is called stratopause. Then the fourth layer is thermosphere. This layer extends up to 600 to 700 km. ഈ ഒരു ലെയർ 600 മുതൽ 700 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇൻ ദിസ് ലെയർ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഹൈറ്റ്. ഈ ഒരു ലെയറിലും ടെമ്പറേച്ചർ കൂടുകയാണ് ഹൈറ്റ് കൂടുന്നതനുസരിച്ച്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഗ്യാസ് മോളിക്യൂൾസ് ഇൻ ദിസ് ലെയർ അബ്സോർബ് ദ എക്സ്റേസ് ആൻഡ് UV റേഡിയേഷൻ ഓഫ് ദ സൺ. ഈ ഒരു ലെയറിലെ ഗ്യാസ് മോളിക്യൂൾസ് എക്സ്റേസിനെയും അതുപോലെ അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. അതുമൂലമാണ് ഈ ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്നത്. The lower part of thermosphere is called ionosphere. This layer contains electrically charged ions that reflect radio waves back to the surface of the earth and makes radio communication possible. ഈ ഒരു ലെയറിൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ഉണ്ട്. ഇത് റേഡിയോ വേവ്സിനെ ഭൂമിയിലേക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നു. അതായത് ഈ ഒരു ലെയറിൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആണ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. Thermo means heat. This layer has extremely high temperatures and located above the mesosphere and below the exosphere. The boundary between the mesosphere and the thermosphere atmospheric regions is called mesopause. It is the coldest part of Earth's atmosphere.
The thermosphere extends from the mesopause to 700 kilometers, that is 435 miles above the surface of the Earth. The thermosphere is the thickest layer in the atmosphere. Only the lightest gases, mostly oxygen, helium, and hydrogen, are found here. Then the final layer, exosphere. It is the outermost layer of Earth's atmosphere. It extends from the top of thermosphere to 10,000 km above its surface. അതായത് ഈ ഒരു ലെയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിൽ നിന്നും 10,000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ലെയറാണ്. Exo means outside. The exosphere represents the outermost layer of Earth's atmosphere. It extends from the top of the thermosphere to 10,000 kilometers, that is 6,214 miles above Earth's surface. In this layer, atoms and molecules escape into space and higher altitude satellites orbit our planet. ടെമ്പറേച്ചർ വേഴ്സസ് ഹൈറ്റ്. എർത്തിൻ്റെ ഓരോ ലെയറിലും എങ്ങനെയാണ് ടെമ്പറേച്ചർ എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എർത്തിൻ്റെ സർഫസിലെ ആവറേജ് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് -56 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു. ദെൻ ട്രോപ്പോപോസിൽ അത് കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ വരുമ്പോൾ ടെമ്പറേച്ചർ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. അത് ഓസോണിൻ്റെ പ്രസൻസ് മൂലം -2 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ടെമ്പറേച്ചർ മെസോസ്ഫിയറിൽ വീണ്ടും കുറയുന്നു, -92 ഡിഗ്രി സെൽഷ്യസ് വരെ ആകുന്നു. ദെൻ മെസോസ്ഫിയറിൽ നിന്ന് ടെമ്പറേച്ചർ പെട്ടെന്ന് റൈസ് ചെയ്യുന്നു. -92 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 1200 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സാണ്. അറ്റ്മോസ്ഫിയറിന് മെയിനായിട്ട് 5 ലെയേഴ്സാണുള്ളത്: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ.